പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അത് നമ്മെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിൻ്റെ അടിമകളായി മാറുന്നു. അല്പനേരം ഫോണൊന്നെടുത്ത് നോക്കാം എന്ന് ചിന്തിക്കുന്ന നമ്മൾ 1-2 മണിക്കൂറുകൾ നാം അറിയാതെ അതിൽ ചെലവഴിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും അവൻ കണക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒന്നാകുന്നു. അനാവശ്യ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ ഫോണിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ പെട്ടുപോവാതെ ഫോണിനെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സമയത്തിൻ്റെ ഉടമ അത് നമ്മൾ തന്നെയാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അനാവശ്യ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരാരാണോ അവരാണ് വിജയി എന്ന്. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ അവിടെയും റഹ്മാനായ റബ്ബ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, കാഴ്ച, കേൾവി, ഹൃദയം എന്നിവയെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതിനെക്കുറിച്ച്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും, എന്തിനേറെ നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഫോണുമായി നാം എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും നമ്മുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ എത്രത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിയിലായിക്കൊണ്ട് ചെലവഴിച്ചു എന്നുള്ളതാണ്. ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ അനാവശ്യ കാര്യങ്ങളിലേക്ക് പോയോ നാം അറിയാതെ. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ സമയം അത് വളരെ വിലപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 4 കാര്യങ്ങളെ ചോദിച്ചിട്ടല്ലാതെ ഒരാളുടെ കാലടിയും നാളെ വിചാരണ സമയത്ത് മുന്നോട്ട് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന്. അവിടെ ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യം സമയത്തിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കുക, സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ പ്രീതിയിലായിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.